ഹായ്, ഐ ആം സ്വപ്ന. വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ബ്രെഡ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 150 മില്ലി വെള്ളം, ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 7 ഗ്രാമോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ട്. 15 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15 ഗ്രാം പാൽപ്പൊടിയുണ്ട്. 10 ഗ്രാം ബട്ടർ, ഒരു നുള്ള് ഉപ്പ്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇളം ചൂടുവെള്ളത്തിൽ ഒരല്പം ഈ എടുത്തു വെച്ചിരിക്കുന്നത് പഞ്ചസാരയിൽ നിന്നും ഒരല്പം പഞ്ചസാര നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ചേർക്കും. അതിനുശേഷം നമ്മൾ ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതൊരല്പസമയം അനക്കാതെ വെക്കണം. ഇപ്പോൾ ഇത് പതഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായിട്ടുണ്ട്. നമുക്ക് മൈദയിലേക്ക് ഉപ്പ്, പഞ്ചസാരയും പാൽപ്പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കൈവച്ച് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൻ്റെ അരികിൽ നിന്ന് എല്ലാം വിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായി ഒന്ന് നീഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിതൊരു ഫ്ലാറ്റ് സർഫസിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഇത് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. ഒരു 25 പ്രാവശ്യത്തോളം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ബട്ടർ ചേർക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയം നമുക്ക് വീട്ടിലെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ചോദിക്കാം. അവർക്കും ഒരു നേരം പോക്കാവും. നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നന്നായി തേച്ച് കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് നല്ല പരുവായിട്ടുണ്ട്. ഞാനിതൊരു 25-30 പ്രാവശ്യത്തോളം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചേർക്കുക. എന്നിട്ട് വീണ്ടും നീഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ മയപ്പെടുത്തിയെടുക്കണം. മാവ് നല്ല ബട്ടറൊക്കെ ചേർത്ത് നന്നായി നീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ മാവ് നമ്മളൊരു 35 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളൊരു പാത്രത്തിലേക്ക് ഇനി ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഒരു 35 മിനിറ്റോളം അടച്ചു വയ്ക്കണം. മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡോ ഏകദേശം ഇരട്ടി വലിപ്പം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്തത് ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം.
ചിലരത് കൈവച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഒരു ചപ്പാത്തി തടി ആയാലും യൂസ് ചെയ്താൽ മതി. നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പിൽ ഈ ഡോ തയ്യാറാക്കി എടുക്കണം. നമ്മളിവിടെ ഒരു പാത്രം നന്നായിട്ട് ബട്ടർ പുരട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഡോ മാറ്റാം. ഇനി ഇത് നമുക്ക് സെക്കൻഡ് പ്രൂഫിങ്ങിന് ഇനിയൊരു 35 മിനിറ്റ്സോളം ഇത് വെക്കണം. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ബ്രെഡിന് ഈ സമയം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡോ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെക്കൻഡ് പ്രൂഫിങ്ങിനായിട്ട് ഒരു 35 മിനിറ്റ്സോട് കൂടി വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിതിന് പുറത്ത് ചെറുതായിട്ടൊന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടർ തന്നെ വേണമെന്നില്ല, ഒരല്പം വെള്ളമായാലും മതി. അതിനുശേഷം ഞാനിതിന് പുറത്തൊരല്പം ഭംഗിക്ക് വേണ്ടി ഓട്സ് ഇടുക. നിങ്ങൾക്ക് നട്ട്സോ അതിൽ പ്ലെയിൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. എനിക്ക് ഇതിന് മുകളിൽ ഒരല്പം ഓട്സ് ഇടുന്നതാണ് ഇഷ്ടം. ഓക്കെ, ഇനി നമുക്കൊരു 35 മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ബ്രെഡ് കവർ ചെയ്ത് വെക്കണം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് സൈസ് ഡബിൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് കൂടി നമുക്ക് ബ്രെഡ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് നന്നായിട്ട് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്യരുത്. കാര്യം ഇത് പുറത്തിരുന്ന് കുറച്ച് നേരം കുക്കാവും. അപ്പോൾ ഇത് ഒരുവിധം തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒരു ആറാൻ വേണ്ടിയിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രെഡ് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ബ്രെഡിൽ ചെറുതായിട്ടൊന്ന് കൊട്ടി നോക്കിയാൽ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു 2-3 മിനിറ്റിനകം അത് സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ബ്രെഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ബ്രെഡും ജാമും ആയിട്ട് കഴിക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജാമ്പയ്ക്ക വെച്ചുള്ളൊരു ജാമാണ്. നമ്മുടെ തൊടിയിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് ജാമ്പയ്ക്ക. അത് വെറുതെ ഒരുപാടുണ്ടായി വെറുതെ കൊഴിഞ്ഞു വീണ് പോകത്തതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് എങ്ങനെ വളരെ ഈസി ആയിട്ടൊരു ജാം ഉണ്ടാക്കാം എന്നതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ബട്ടർ ആയിട്ട് ബ്രെഡ് കഴിക്കാൻ. അപ്പോൾ ഹോം മെയ്ഡ് ബട്ടർ എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ബ്രെഡിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. നമുക്കപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.